ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's precious name be glorified. ഒരാഴ്ച കൂടെ ഈ ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുവാനിടയാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. I praise my God for His grace so that we could come and gather again one more Sunday. ഈ അവസരം തന്ന പാസ്റ്റർക്കും സഭയ്ക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. I extend my thanks to Pastor and this church for this opportunity. നമ്മുടെ ജീവിതത്തിലെല്ലാം ഒത്തിരി പ്രസംഗങ്ങൾ നാം കേൾക്കുന്നവരാണ്. We have all heard many sermons in our life. ആ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ അത് ഏത് രീതിയിലായിരിക്കുമെന്നെല്ലാം നാം വിലയിരുത്തുന്നവരാണ്. Even at the beginning of the sermon we know how that goes. എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെ ദൈവവചനമായി നന്നായി അറിവുള്ള ആളുകളാണ്. And I recognize you're all very knowledgeable about the word. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കേൾപ്പിപ്പാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ദൈവം നമ്മളോട് സംസാരിപ്പാനിട വരും. And if you stay with this prayer that God talk to us, He will talk to you. നമ്മുടെ എല്ലാം ജീവിതത്തിൽ മനുഷ്യ ശബ്ദത്തെക്കാൾ ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. In all our lives it's important that we hear the voice of God than human voice. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ദൈവശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. Christian life is one that is led by hearing His voice. ആ ശബ്ദത്തിന്, ആ വചനത്തിന് നാം എത്രമാത്രം അനുസരണമുള്ളവരാണ് എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിജയം എന്ന് പറയുന്നത്. The victory of Christian life is how much obedient are we to God's voice. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി വിശ്വാസം വർദ്ധിക്കണമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. And the word teaches us that our faith needs to increase to do that. നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. In our daily life we live through faith. വിശ്വാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫെയ്ത്ത്, ബിലീഫ്, അങ്ങനെ രണ്ട് പദങ്ങൾ കാണാൻ സാധിക്കും. And in English we use different words, faith, belief for that. മലയാളത്തിൽ അത് എല്ലായിടത്തും വിശ്വാസം എന്നാണ് പറയുന്നത്. Whereas in Malayalam everywhere it is referred to as faith. ഒന്ന് അത് ഒരു നൗൺ ആയിട്ടും അടുത്തടുത്ത് അതൊരു വെർബായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വ്യത്യാസങ്ങൾ. And it's used both as a noun as well as a verb. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് കേൾക്കുകയും അതുപോലെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. And it is important that we both listen to it and obedient. That's faith. എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. And in Hebrews we see, look at him who is the author and finisher of our faith. വിശ്വാസത്തിന്റെ നായകനാണ് യേശു. He is the author, the leader of faith. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. And we see that in Hebrew chapter 12 verse 1 and 2. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനാണ് യേശു. And here we read, he is the perfecter of our faith. നാം യേശുവിനെ കുറിച്ച് നോക്കുമ്പോൾ യേശുവിൽ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഭൂമിയിൽ വന്നത്. And if you look at Jesus, he came with a purpose to earth. ആ കാര്യം സാധിക്കുവാനായി ദൈവ പദ്ധതികൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. And to accomplish that mission, God made many plans. എന്നാൽ ആ സാഹചര്യങ്ങളെ പത്രോസും അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയുള്ള ഒരു ക്രൂശ് മരണം വേണ്ട, അല്ലാത്ത രീതിയിലുള്ള ആ യഥാസ്ഥാപനമാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. And when Jesus shared these plans with the disciples like Peter, they had a different opinion about how the mission could be accomplished. നമ്മുടെ ശക്തിയേക്കാൾ ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. Faith is where we are able to trust in God's plan beyond our capabilities. വിശ്വാസം പലപ്പോഴും നാം ചിലപ്പോൾ ചിന്തിക്കുന്നതിനെല്ലാം ഉപരിയായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. Faith is able to accomplish more than we can imagine. നമുക്ക് അത് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. There are things that we sometimes desire and expect. എന്നാൽ അത് നമ്മുടെ ശക്തി കൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒന്നല്ല. But it is not one that can be done through our strength. അത് ദൈവ പ്രവൃത്തിയിലൂടെ, ദൈവശക്തിയിലൂടെ നമ്മളിൽ പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. But it is one that can be accomplished through God's strength and work through you. അതുകൊണ്ടാണ് ഇവിടെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. That is where we read that that faith
is the evidence of things not seen and hoped for. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് നാം ഇന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. It is good to imagine what is our greatest desire. കാണാത്ത കാര്യങ്ങളുടെ മനോനിശ്ചയം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചയമുണ്ട്. എന്താണ് നിശ്ചയം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. And it is good to think about what is that certainty. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ളതിനേക്കാൾ ഉപരിയായി മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ദൈവവചനം ധാരാളമായി ഉറപ്പിച്ച് പറയുന്നത്. The word of God emphasizes more about life beyond death. ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? How much are we able to believe in that life after death? യേശുവിന്റെ ജീവിതത്തിൽ തന്റെ ക്രൂശ് മരണത്തോടുകൂടി സകലം തീർന്നു എന്നാണ് തന്റെ ശിഷ്യന്മാർ ചിന്തിച്ചിരുന്നത്. The disciples thought that everything was done after the death of Jesus. അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ ശാസിക്കുകയാണ്, മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. And therefore you see Jesus scolding the disciples, you of hard heart, you do not believe everything that the prophets have said. അപ്പോൾ ദൈവവചനത്തിൽ നമ്മൾ പറയുന്നത് എല്ലാം വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. The words emphasizes that we must believe everything. നമ്മുടെ വിശ്വാസം ദൈവത്തോളം വലുതായിരിക്കേണ്ടത് ആവശ്യമാണ്. It's important that our faith is as great as God. നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ട്രസ്റ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് We ആവശ്യമാണ്. must have the trust that in all situations God is able to fulfill His promise. ഇവിടെ നാം വായിച്ചതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുവിൻ. And here we read, look at Jesus, the author and perfecter of our faith. അപ്പോൾ വിശ്വാസത്തിൽ പല രീതിയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധിക്കും. We see many levels of faith in the Word of God. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഗോസ്പലിൽ പല രീതിയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. We look at the Gospels, Jesus mentions about many types of faith. വലിയ വിശ്വാസം, great faith, ചെറിയ വിശ്വാസം, small faith, ഭീരുത്വമുള്ള വിശ്വാസം, a cowardly faith. അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണാൻ സാധിക്കും. And we see many kinds of faith. നിങ്ങൾക്കറിയാവോ വലിയ വിശ്വാസത്തെക്കുറിച്ച് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന്? Do you know where it is written about great faith? കറക്റ്റ്. നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. Matthew chapter 15 verse 21 onwards. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. And we read in the 28th verse, and Jesus answered, woman, you have great faith, your request is granted. നോക്കുക, യേശുവിൻ്റെ കനാന്യ സ്ത്രീയുടെയും തമ്മിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. In this chapter we see the conversation between Jesus and this Canaanite woman. തന്റെ ജീവിതത്തിൽ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു വിടുതലിന് വേണ്ടി താൻ ആഗ്രഹിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ she desires a deliverance and comes to Jesus. ഒത്തിരി പ്രതിസന്ധികളാണ് അവൾ തരണം ചെയ്യുന്നത്. What she is met with are many challenges. അവൾ ആദ്യം ശിഷ്യന്മാരോട് അടുക്ക ചെന്ന് പറയുകയാണ്. She first approaches the disciples. ശിഷ്യന്മാരുടെ ഒരു സപ്പോർട്ടോടുകൂടി യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. And with their support she approaches Jesus. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്റെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. And Jesus says, I was sent only to the lost sheep of Israel. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യേശുവിന്റെ ഒരു വലിയ ദൗത്യം യഹൂദ ആളുകളുടെ ഇടയിൽ മാത്രമായിരുന്നു. And I think that Jesus' mission was among Jews. അതിന്റെ പുറത്തേക്കുള്ള കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ യേശു ആഗ്രഹിച്ചിരുന്നില്ല. Jesus did not desire to operate beyond that community. എന്നാൽ ഇവിടെ കനാന്യ സ്ത്രീയുടെ ജീവിതത്തെ സംബന്ധിച്ചോളം അവൾക്ക്
വിടുതലാണ് ഏറ്റവും ആവശ്യം. But if for this Canaanite woman, this deliverance was most important. അവള് പറയുകയാണ്, അങ്ങ് പറഞ്ഞ ഈ വാക്കിൽ നിന്ന് തന്നെ എൻ്റെ ജീവിതത്തിന്റെ വിടുതൽ ഉണ്ടാകണം. And she says that I need deliverance from your word. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരുപക്ഷെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ, In our lives, when we put across our problems to God, നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലിലേക്ക് വരാത്ത സാഹചര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. there are times when we don't get the deliverance we expect. എന്നാൽ അതിനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ അതിനകത്ത് ഇറങ്ങി വരും എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. But it is important for us to think, how is Jesus going to come and operate in the midst of it? അവളുടെ ജീവിതത്തിൽ ദൈവത്തിൽ പരിപൂർണമായ ആശ്രയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. What we see here is she had complete reliance on him. ഇവിടെ യേശു പറഞ്ഞ ഒരു ഉദാഹരണം ഇതാണ്. Here is the illustration that Jesus gives. 27ാമത്തെ വാക്യത്തിൽ 27th verse. യേശു ഇവിടെ പറയുകയാണ്, മക്കൾക്കുള്ള ആഹാരം അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല. അതേ വാക്കിൽ നിന്നുകൊണ്ട് അവൾ പറയുകയാണ്, നായ്ക്കുട്ടികളും ഈ അപ്പത്തിൽ നിന്നാണല്ലോ ജീവിക്കുന്നത്. And here we see Jesus telling this woman it's not right to take the children's bread and toss it to their dogs, and this woman catches upon that and responds, but even the dogs eat the crumbs that fall from the master's table. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ നാം ദൈവത്തോട് അടുക്കുമ്പോൾ ചില ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചെന്നിരിക്കാം. But sometimes when we approach God, we may get answers to some of it. എന്നാൽ നാം ആഗ്രഹിക്കുന്ന ഉത്തരത്തിലേക്ക് എത്താൻ അത് സാധിച്ചില്ല എങ്കിലും, But it may not be the answer that we are expecting. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. But even during that, if we can completely trust in Him, He will act for you. വേറെ ഒരു വഴികളും ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുക. When there are no other ways, that is when we will rely on God. നമ്മുടെ ജീവിതത്തിന്റെ ദൈവിക അംശമെന്ന് പറയുന്നത് ദൈവം നമ്മളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. The greatest inheritance that we have is the Spirit of God. ആ ശക്തി വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി തീരുവാനായിട്ട് വരുന്നു. And that power, the Spirit is able to expand your faith. ഒരുപക്ഷെ നമ്മൾ പല വഴികളുണ്ടെങ്കിൽ ആ വഴികളിലൂടെ പോകുവാൻ നാം എല്ലാം ശ്രമിക്കുന്നവരാണ്. If there is a way, we will all try to take that. എന്നാൽ ഒരു വഴിയേ ഉള്ളുവെങ്കിൽ അതിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. But if there is only one way, we will have to take that way. എന്നതുപോലെ ഇവിടെ യേശു മാത്രമാണ് രക്ഷിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൾ ഉറച്ചു പറയുകയാണ്. But she emphasizes that Jesus is the only way for her. അതുകൊണ്ട് യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയ വിശ്വാസമാണ്. ഹല്ലേലൂയ. That is why Jesus says your faith is great faith. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് പലതിലും ആശ്രയിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. In our lives, when we have many options, we will choose one of them. എന്നാൽ അതെല്ലാം അടഞ്ഞു പോയി ദൈവത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കേണ്ട അവസരം വരുമ്പോൾ നാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവിക അത്ഭുതങ്ങൾ കാണിക്കുവാൻ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. But when all doors are shut and the only door that is open and we take that, then God wants to operate in that. ഞാനിങ്ങനെ ഒരു സംഭവം, ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. I've heard of this story. ഒരു യുദ്ധത്തിന് വേണ്ടി സൈനികർ ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. This army was marching to an island for a war. ആ ഐലൻഡിലേക്ക് ഒരു ബ്രിഡ്ജിലൂടെ ക്രോസ് ചെയ്താണ് അങ്ങോട്ട് എത്തുന്നത്. So they have to cross over this bridge to get across to this island. ആർമി ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോൾ When this army crossed over and reached the island, അതിന്റെ ഓഫീസർ പറഞ്ഞു, ആ ക്രോസ് ചെയ്ത ബ്രിഡ്ജ് നശിപ്പിച്ചു കളയുക. and once they had crossed over, the officer said, destroy that bridge. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ മൂവ് ഫോർവേഡ്, നിങ്ങൾ മുമ്പിലേക്ക് മാത്രം പോവുക. And the officer commanded them, just only move forward. അവരുടെ ജീവിതത്തിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. They only had two options. ഒന്നില്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ വിജയം. They either victory or death. ഒന്നില്ലെങ്കിൽ തോൽവി, അല്ലെങ്കിൽ വിജയം. Either victory or defeat. അവരാ മുമ്പിലേക്കുള്ള പോക്കിൽ അവരുടെ വിജയവുമായി അവർ തിരിച്ചു വരുവാനായിട്ട് വന്നു. But they continued and they found victory and they found it. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ദൈവം നമ്മെ ഇതുപോലെ
ചില പാലങ്ങൾ തകർത്തെറിയുവാനിട വരും. ഹല്ലേലൂയ. Sometimes in our life, God will destroy those bridges. എന്നാൽ നാം ഒന്ന് തിരിച്ചറിയണം, ദൈവിക അംശം നമ്മളിൽ ഉണ്ടെങ്കിൽ വലിയ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മോടുകൂടെ ഉള്ളത്. ഹല്ലേലൂയ. But remember this, if we have this godly inheritance, He will lead us to great victory. അതിനുവേണ്ടി ചിലരെ എല്ലാം ദൈവം തെരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. And God is willing to select a few of അതുകൊണ്ട് you. അതിലൂടെ മാത്രമേ അവർക്ക് പോകാൻ സാധ്യമാകുകയുള്ളൂ. That is the only path for അത് you. അവരുടെ ജീവിതത്തിലെ ചില വലിയ മൂല്യമുള്ള അവസ്ഥകളാണ്. And those are important moments of your life. അതൊരിക്കലും ഒരു പാരമ്പര്യമായി പകർന്നു കൊടുക്കുന്നതല്ല. That is not an inheritance through your family. അവിടെ ദൈവം അവനോടുകൂടെ ജീവിച്ച് താമസിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് അത്ഭുതം പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. Our God ഹല്ലേലൂയ. is such a great God that He wants to live among you, dwell with you, and accomplish through you. നാം അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവരിലൂടെ നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. And then when you look at them, you can see how God is leading them. അവസാനം നമുക്ക് ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ നാമത്തിന് വലിയ മഹത്വമുണ്ടായി എന്ന് പറയാൻ At സാധിക്കും. the end of it, we can say, praise be to the great name of God. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചപ്പോൾ The other day as I was studying, ത്രോൺസ് ആൻഡ് പവർ, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് വന്നു. I was learning about thrones and power, ദൈവിക സാന്നിധ്യവും അധികാരവും. about the presence of God and the authority of God. ദൈവിക സാന്നിധ്യം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. God's presence is God's grace. നമ്മുടെ എല്ലാം ഈ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ദൈവ സാന്നിധ്യം വരുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. In our fellowship, we expect that God's presence is there. അതുപോലെ തന്നെ ദൈവിക അധികാരവും നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. But we also expect that the power of God is there in our lives. എന്നാൽ ചില സമയങ്ങളിൽ ഇത് രണ്ട് വഴിയിലൂടെ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. Or sometimes we see these two happen in two ways. മോശയുടെ ജീവിതത്തിൽ ദൈവിക അധികാരവും ദൈവിക സാന്നിധ്യവും ഉണ്ടായിരുന്നു. But in the life of Moses, both the authority and presence of God was there. അതുകൊണ്ട് മോശ പറയുകയാണ്, ഞാൻ പോകുന്നിടത്ത് നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുത്. That's why Moses says, do not send me if you do not go with me. ഇസ്രായേലിന്റെ ചരിത്രത്തെ കുറിച്ച് പഠിച്ചാൽ ഈ രണ്ട് ദൈവിക അധികാരവും ദൈവിക സാന്നിധ്യവും പല സ്ഥലങ്ങളിലും മാറിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. If you look at the history of Israel, you will find that there are times when both the presence and the power of God departed from their lives. ന്യായാധിപന്മാരുടെ കാലത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ ഒരു രാജാവിനെ വേണം. After the period of Judges, the Israelites come to God and say, we need a king to rule over us. അവിടെ ശമൂവേല് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ശമൂവേലിനോട് ദൈവം പറയുകയാണ്, അവര് എൻ്റെ ആ രാജ്യത്വത്തെയാണ് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞത്, അവർക്ക് പുതിയ രാജാവിന് വേണമെങ്കിൽ കൊടുത്തുകൊള്ളുവിൻ എന്ന് പറയുന്ന ഒരു ദുഃഖകരമായ ഒരു സംഭാഷണം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. And we see this very sad conversation between Samuel and God, and he says, this people, they expect an authority, not me. Can you have a king? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യവും ദൈവിക അധികാരവും ഒരുമിച്ചുള്ളവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. God expects that we are people that has the experience of the presence and the power of God. നാം ദൈവാരാധനയ്ക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യവും ദൈവിക അധികാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. When we come to the presence of God, we need both His presence and His power. പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവിക സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ള ഒരു അവസ്ഥയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Compared to the Old Testament, when you look at the New Testament, you see it different. The God's presence is always there. അതുകൊണ്ട് നമ്മൾ സംസാരിച്ച വിഷയത്തിൽ വിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. And therefore, in this context, faith is such an important thing. ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിന് തുല്യമായ പ്രവൃത്തി വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത് ആവശ്യമാണ്. Because if His presence is there, you should expect that our faith measures up to what He is doing. മോശയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു വലിയ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്, When I think about Moses, this thought came to me. മോശ, അഹരോൻ എന്ന് പറയുന്ന രണ്ട് വലിയ പവർഫുൾ ഓഫീസേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. Moses and Aaron were powerful officers in that kingdom. മോശ എന്ന് പറയുന്ന ദൈവ സാന്നിധ്യം നടന്ന ഒരു മനുഷ്യനാണ്. Moses was a man who experienced the presence of God. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനായിരുന്നു അഹരോൻ എന്ന് പറയുന്നത്. But God chose Aaron as a person to communicate with him. ഞാൻ പറയുന്നത് അഹരോന്യ പൗരോഹിത്യത്തെ കുറിച്ചാണ്. I'm talking about the priesthood of Aaron. നോക്കുക, അഹരോന്റെ പൗരോഹിത്യത്തിൽ ആ പൗരോഹിത്യം അവന്റെ മക്കളിലേക്കും കൂടെ പകർക്കപ്പെടുവാനിട വന്നു. And you see that priestly inheritance was transferred to his children. എന്നാൽ മോശയുടെ ആ
അധികാരം അല്ലെങ്കിൽ ആ സാന്നിധ്യം, ആ പ്രവൃത്തി തൻ്റെ മക്കളിലേക്ക് കണ്ടില്ല എന്നുള്ളത് വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യമായി ഞാൻ ചിന്തിപ്പാട വന്നു. And I thought about this as a sad situation that the inheritance of Moses did not pass over to his children. ദൈവം തൻ്റെ ഹൃദയപ്രകാരം അല്ലെങ്കിൽ ശക്തമായി തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് മോശ എന്ന് പറയുന്നത്. Moses was a man that God chose after his own heart. ദൈവം പോലും ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അരുതേ എന്ന് പറഞ്ഞ് ഇടിവിൽ നിന്ന വ്യക്തിയാണ് മോശ. And Moses was a man who stood between God and Israel and asked God not to destroy them. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ തലമുറകളിലേക്ക് വന്നപ്പോൾ ചില ദുഃഖകരമായ അവസ്ഥയിലേക്ക് വരുവാനിട വന്നു. But when you look at his generations, you see this is a sad situation. അദ്ദേഹത്തിൻ്റെ ആ 40 പല കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, if you look about the life of Moses in the periods of 40 years, അദ്ദേഹത്തിൻ്റെ വിവാഹശേഷം തൻ്റെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അധികമായി കാണുന്നില്ല. if you look at this life after he got married, we do not see much about his children. താൻ വിവാഹം കഴിച്ചു, അതിനുശേഷം അവരെ സർക്കംസിഷൻ ചെയ്തതായിട്ടുള്ള ഒരു കാര്യം ആ തുടക്ക സമയങ്ങളിൽ കാണുന്നില്ല. We do not read about the circumcision of the children after in their early phase. എന്നാൽ അവനിലേക്ക് ദൈവകരം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ആ കുഞ്ഞുങ്ങളെ സർക്കംസിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് അപകടകരമാണ് എന്ന് അവൾ മനസ്സിലാക്കിയത്. But his wife recognized that it's dangerous not to do the circumcision. അതിനുശേഷം അവിടെ അങ്ങനെ ചെയ്തു. അത് പിന്നീട് അവൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും പിന്നീട് അവൻ പിന്നെയും ജയാളിയായി മിസ്രൈമിലേക്ക് കടന്നുപോയി ദൈവിക പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് കാണാൻ സാധിക്കും. And we see after that he becomes victorious again and goes back and completes that mission that he had. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് വരുമ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കും ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഓക്കെ ആണെന്ന്. Sometimes we think that certain adjustments are okay. എന്നാൽ ദൈവം അതിനെ ഒരിക്കലും അതുപോലെ സ്വീകരിക്കുന്ന ദൈവമല്ല. But God does not accept that compromise. ദൈവ സാന്നിധ്യത്തിൽ നാം വളരെ ഭയത്തോടെ കൂടെ ആയിരിക്കേണ്ടതാണ്. We must remain with great fear in the presence of God. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അധികമായി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യത്തെ ഭയപ്പെടുന്ന ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. Even when we have that faith, we need to fear the presence of God. ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലുതായ ഒരു കാര്യമാണ്. It is the greatest thing to be obedient to God. ദൈവവചനത്തിൽ പറയുന്നു ദൈവത്തെ ഭയപ്പെടുക. The word of God says fear God. Fear of the Lord is the beginning of the wisdom. We read that fear of the Lord is the beginning of wisdom. ദൈവത്തെ ഭയപ്പെടുക, അപ്പോൾ മറ്റു ഭയങ്ങൾ നമ്മളിൽ നിന്ന് മാറുവാനായിട്ട് വരും. When we fear God, other fears will depart from us. മോശയുടെ ജീവിതത്തിൽ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപക്ഷേ തൻ്റെ മക്കളെ ആ സ്ഥാനത്തേക്ക് വരുത്തുക എന്നുള്ളതായിരിക്കാം. Perhaps Moses' greatest desire was his children would succeed him. പക്ഷേ ദൈവം മോശയ്ക്ക് ശേഷം തിരഞ്ഞെടുത്തത് യോശുവയായിരുന്നു. But you see, after Moses, God chose Joshua. ശക്തനായ ഒരു പ്രവാചകൻ, നേതാവ് എല്ലാമായിരുന്നെങ്കിലും അവൻ്റെ കാലശേഷം ദൈവം യോശുവയെ തിരഞ്ഞെടുപ്പാണ്ട് വന്നു. Even though he was such a powerful minister of God, after his time God chose Joshua. വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. It is important we pay attention to ചില this. നിയമങ്ങൾ, ചില കാര്യങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നാം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ തന്നെ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. If we have taken commitments, it is important for us to remain in that commitment. അതിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തെ ദൈവം മറ്റുള്ളവരിലേക്ക് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. And it is true that God will demonstrate your faith to others. അതിലൂടെയാണ് നമ്മൾ ദൈവത്തിൽ അധികമായി ആശ്രയിക്കുന്നു എന്ന് നമുക്ക് മറ്റുള്ളവരെ കാണിക്കുവാൻ സാധിക്കുന്നത്. And it is true that others will recognize your reliance on the power of God. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വിശ്വാസം കാണിക്കുന്നവരായി തീരുവാനിട വരട്ടെ. Therefore in our lives we must demonstrate great faith. നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. May we come back to that verse we അവിടെ read. യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. And Jesus says your faith is great faith, may it be as you desire. അതുപോലെ തന്നെ വലിയ വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് അല്പവിശ്വാസത്തെ കുറിച്ചാണ്. Now exact opposite of the great faith is of little faith. അതിന്റെ മത്തായി 14 അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. In Matthew chapter 14 verse 30 onwards. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്പവിശ്വാസിയെ നീ എന്തിന്
സംശയിച്ചു എന്ന് പറഞ്ഞു. Here we read Jesus asking Peter, "You of little faith, why did you doubt?" അപ്പോൾ അല്പവിശ്വാസത്തിന്റെ പ്രധാന കാരണം എന്താണ്? What is the reason for this little faith? സംശയമാണ്. It is doubt. അപ്പോൾ സംശയം വന്നാൽ വിശ്വാസത്തിൽ കുറവ് സംഭവിപ്പാനിട വരും. When you doubt, your faith reduces. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ രക്ഷിക്കുമോ സഹായിക്കുമോ എന്നുള്ള സംശയം നമ്മുടെ ജീവിതത്തെ അല്പവിശ്വാസത്തിലേക്ക് നയിപ്പാനിട വരും. Sometimes in our life when we go through difficult times, we doubt, is God working? വിശ്വാസം കുറവ് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? പേടി വരുവാനിട വരും. When your faith reduces, fear takes its place. ഇവിടെ 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, In the 30th verse we see this. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പേടിച്ചു, കാറ്റ് കണ്ട് പേടിച്ചു. We read in the 30th verse, when he saw the wind, he was afraid. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഉപോത്ബലകമായി പ്രശ്നങ്ങളെ കാണുവാൻ ഇടവന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകുവാനിട വരും. In our lives, when we start seeing problems greater than God, fear comes in. ദൈവത്തെ വലുതായി നാം കാണുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ള ഭയം മാറിപ്പോകുവാനിട വരികയുള്ളൂ. Only if you see God greater than your problems will fear vanish from നമ്മുടെ your life. ജീവിതത്തിലെ അല്പവിശ്വാസത്തെ വലിയ വിശ്വാസമായി മാറണമെങ്കിൽ ദൈവത്തെ വലുതായി കാണുവാനിട വരണം. It is important that to turn your little faith to great faith, we need to look at God as great God. പത്രോസിന്റെ ജീവിതത്തിൽ താൻ വെള്ളത്തിലൂടെ നടന്ന ഒരു മനുഷ്യനാണ്. Look at Peter, he was a man who walked on water. അവന്റെ നോട്ടം ആ ദൈവത്തിൽ നിന്നും ആ കാറ്റിലേക്കായി പോയതുകൊണ്ട് താഴുവാനും വെള്ളത്തിൽ വീഴുവാനും ഇടവന്നു. The moment he changed his gaze from Jesus and to the wind, he started drowning. എന്നാൽ യേശു അവനെ കൈപിടിച്ച് ഉയർത്തി. But Jesus held out his hand and lifted him up. അവനോട് പറഞ്ഞ വാക്കുകളാണ്, അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു? And to him Jesus says, "You of little faith, why did you doubt?" അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. We see two things here. ഒന്ന് ഭയം, രണ്ട് അവിശ്വാസം. One fear and two doubt. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നാം ഭയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം കുറവുള്ളതായി തീരുമാനം വരും. When we start looking at problems and start worrying, our faith reduces. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? Second, what we see, ഒന്ന് ഭയം, രണ്ട് അവിശ്വാസം. first fear, two doubt. ദൈവത്തിലുള്ള ആശ്രയക്കുറവാണ് അവിശ്വാസത്തിലേക്ക് നയിക്കുവാൻ വരുന്നത്. When you reduce reliance on God, that is doubt. ഒന്നാമത് നാം ഭയം, അതുണ്ടാകുന്നത് ദൈവത്തെക്കാൾ വലുതായി നമ്മുടെ പ്രശ്നങ്ങളെ കാണുമ്പോഴാണ്. Fear is when you look at your problems greater than God. രണ്ടാമത് നമ്മുടെ ആശ്രയം മറ്റുള്ളതിലായിത്തീരുന്നു, ദൈവത്തെക്കാൾ അധികമായി മറ്റുള്ളതിലായിത്തീരുന്നു. അതാണ് രണ്ടാമത്തെ പ്രശ്നം. And second is when you change your reliance on God to others. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മാറുമ്പോൾ വലിയ വിശ്വാസത്തിലേക്ക് വരുവാനിട വരും. And when these two change, your little faith transform to great faith. ഒന്നാമത്തെ ഭയം മാറുവാനിട വരണം. One, fear must go. പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിന്റെ മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നതിന് ശേഷം സെഹിയോൻ മാളികയിൽ ഇരിക്കുമ്പോൾ തൻ്റെ മുമ്പിലുള്ള ആളുകൾ തൻ്റെ ജീവിതത്തെ ഉറ്റുനോക്കുമ്പോൾ പറയുകയാണ്, ഇത് ഞങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിലാണ് ഇത് പറയുന്നു എന്നുള്ള വലിയ ധൈര്യം അവരിൽ ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. You see later on how Peter, when he met with it, he talked such boldly about the presence of God. അവരിൽ അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു. Because they had such great faith. ഈ വിശ്വാസം വരുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. Faith comes through the Spirit of God. പത്രോസിന്റെ ഈ സമയത്തുള്ള അവസ്ഥയും സെഹിയോൻ മാളികയിലുള്ള അവസ്ഥയും വ്യത്യാസം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു പത്രോസിനെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And the difference between these two events is the faith that grew in Peter. അവൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായി പ്രവാചകന്മാർ പറഞ്ഞത് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. And here we say what prophets have said for years is being fulfilled. നമ്മുടെ ജീവിതത്തിലും പ്രവാചകന്മാർ പറഞ്ഞത് പൂർത്തീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. We need the Spirit of God in our life for the fulfillment of the prophecies that was അല്ലെങ്കിൽ made. പലപ്പോഴും നാം ഭയപ്പെട്ട് പരാജയപ്പെടുന്നവരായി തീരുമാനമാണ്. Else we become fearful and defeated. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ഭയമില്ലാതെ
വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a ഹല്ലേലൂയ. God who is able to transform your fear and lead you with courage. നമ്മുടെ ജീവിതത്തിൽ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ പകരുവാനുമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray to increase our faith in Him. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പാനിട വരണം. If our faith needs to increase, our reliance need to അതിന് increase. ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ കരുണ ചെയ്യേണ്ടത് ആവശ്യമാണ്. For that, the ഹല്ലേലൂയ. grace of God must come in our നമ്മുടെ lives. ജീവിതത്തിലെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അമിതമായ നിറവ് ആവശ്യമാണ്. We ഹല്ലേലൂയ. need the filling of the Spirit in our life for our faith to increase. നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ ശക്തിയാണ് മറ്റുള്ളവരിലേക്ക് ദൈവം ജീവിക്കുന്നു എന്ന് കാണിക്കുവാനിട വരുന്നത്. It is that ഹല്ലേലൂയ. power of faith that works in you will demonstrate that God lives in you to others. വിശ്വാസത്തിന്റെ കുറവാണ് ദൈവ സാന്നിധ്യം കുറവായി കാണുവാനിട വരുന്നത്. It is the reduced faith that shows the reduced presence of God. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഭയപ്പെടുന്നതിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് വരുവാനിട വരുന്നത്? It is there that becomes from a follower to a backslider. ദൈവം ഇല്ല എന്നോ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി നടക്കുകയില്ല എന്നുള്ള ഒരു തോന്നലാണ് വിശ്വാസത്തിന്റെ പിന്നിലേക്ക് വരുവാനിട വരുന്നത്. It is the thought that maybe God will not work that will lead you to regress in your faith. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ശക്തി മുന്നിലേക്ക് അല്ലെങ്കിൽ അത് വലിയ പ്രദർശനശാലിയായി മുന്നിലേക്ക് നയിക്കുവാനിട വരുന്നു. But all those who believe in God, the faith will become power in you so as to നമ്മെ demonstrate. ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുവാൻ May ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. God desires to use all of us these days. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ഇതിനു മുമ്പുള്ള ഒരു പ്രസംഗത്തിലാണ് ഗിദെയോനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലി എന്ന്. We read about Gideon, oh you powerful man. അവൻ വളരെ ഭയപ്പെട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. He was a very fearful man. പക്ഷേ അവനെ നോക്കി പറയുകയാണ്, നീ പരാക്രമശാലിയാണ്. But look at him and say, you fearless warrior. അവൻ ചോദിക്കുകയാണ്, ഇത്രയും പ്രതിസന്ധികൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം പരാക്രമശാലി എന്ന് അങ്ങക്ക് വിളിക്കാൻ പറയുകയാണ് വരുന്നത്? And we ask, Lord, when all these fear problems are happening, how can you call this person a ഞങ്ങളുടെ fearless? ജീവിതത്തിൽ ഓരോ ദിവസവും പരാജയങ്ങളും ശത്രു ഞങ്ങളെ ഇത്രമാത്രം വ്യസനിപ്പിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് When വരുന്നത്? we have so many problems and the enemy is constantly at us, how do we recognize the presence of God? അവനോട് ദൈവദൂതൻ പറയുന്നത് എങ്ങനെയാണ്? നിന്നോടുകൂടെ ദൈവ സാന്നിധ്യമുണ്ട്. And the angel tells him, the presence of God is with you. അത് നിന്നെ ഒരു പരാക്രമശാലിയാക്കുവാൻ മാറ്റുന്നു. That will transform you to a warrior. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില വിശ്വാസത്തിന്റെ ആഴം ദൈവ സാന്നിധ്യമുള്ളവരാക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഇടവരുത്തുന്നു എന്നുള്ളതാണ്. God creates opportunities for us to test the depth of faith. ദൈവ സാന്നിധ്യമാണ് ജീവിതത്തിൽ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഇടവരുന്നത്. It is the presence of God that increases the faith in your life. എന്നാൽ ഈ വിശ്വാസത്തിന്റെ മൂല്യച്യൂതിയാണ് ദൈവം ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്ന ചോദ്യം ഉടലെടുക്കുവാനാണ് വരുന്നത്. But it's at the fundamental question that we have to ask, is the faith great? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം. Luke chapter 18 verse 8. അവിടെ പറയുകയാണ്, ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ പറയുന്നു. And we read there, when the Son of Man comes, will he find faith on earth? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ദൈവവചനം പറയുന്ന രീതിയിൽ വിശ്വാസത്തെ മൂല്യച്യൂതി അല്ലെങ്കിൽ അതിന് ഡിസ്ട്രോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. These are times when there is a distortion of the faith. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്നത്? How do we carry this faith of God in our lives? പലരിലും വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ നാം ഒന്ന് അറിഞ്ഞുകൊള്ളണം, കർത്താവിന്റെ വരവ് അടുക്കൽ വാതിക്കലായിരിക്കുകയാണ്. When there is a lot of compromise happening, recognize this, his coming is near. നാം മറ്റുള്ളവരെ നോക്കിയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആശ്രയമെങ്കിൽ നാം പരാജയപ്പെടുവാണ്ട് വരും. But if you look at others and build your faith, you will face defeat. എന്നാൽ ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ആധാരമെങ്കിൽ നാം വിജയിപ്പാണ്ട് വരും. But if you look at him and if he is the author of your faith, you will find victory. ദൈവത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ സാധിക്കുകയില്ല. The Bible says without faith no one can please God. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിലെ വചനധ്യാനവും എല്ലാം വിശ്വാസം വർദ്ധിക്കുന്നതായി തീരുമാനം വരട്ടെ. Let our prayer, let our meditation all lead to your faith increasing. വിശ്വാസത്താൽ നമ്മൾ ജീവിതത്തിൽ വലിയ വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നോക്കിക്കൊണ്ട് മുന്നേറുവാനിട വരട്ടെ. Let us continue to walk looking at the author of faith.
വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മെ ജീവിതത്തിൽ ഇടവരുത്തട്ടെ. May God help us that our faith can lead us beyond death to life. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ആ പ്രശ്നത്തെക്കാൾ വലുതായി കാണുന്ന ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ വരെയാണ്. In the midst of all our troubles, let us look at a God who's greater than our troubles. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, അനേകം പേരുടെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യമായി തീരുവാൻ വരെയാണ്. And that will become a testimony not just in your life but in the life of others. അതിനുവേണ്ടി നാം വളരെയധികം ചിലപ്പോഴൊക്കെ ചിന്തിക്കേണ്ടതായ ആവശ്യമുണ്ട്. Many times we need to think about this. അത് നമ്മുടെ ബുദ്ധിയിലൂടെ അതൊരു പ്രാവർത്തികമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. It needs to transform into our behavior. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും വിശ്വാസം എന്ന് പറയുന്നത് ഏതോ ഒരു വലിയ ശൂന്യത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണെന്ന് നാം ചിന്തിച്ചേക്കാം. Sometimes you think about faith as something that exists in zero. എന്നാൽ വിശ്വാസം എന്നുള്ളതാണ് യഥാർത്ഥ റിയാലിറ്റി ആയിട്ടുള്ളത്. But faith is the greatest reality. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചില പ്രശ്നങ്ങൾക്ക് കാരണം. In the compromises we did not recognize this. ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ തന്നെ നടക്കുവാനിട വരും. But if God desires, it will happen just as അത് He നമ്മുടെ desired. ബുദ്ധിക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് തെളിവിലേക്ക് വരുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. If it is not revealed to you, let us pray that He will reveal to you. എമ്മോസിലേക്ക് പോയ വിശ്വാസികളോട്, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുന്നത്, പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. When the disciples were walking to Emmaus, Jesus tells them, you of hard heart, you do not believe everything നമ്മുടെ the ജീവിതത്തിൽ prophet said. സകലതും വിശ്വസിക്കുവാനുള്ള ഒരു ബുദ്ധിയുടെ ജ്ഞാനത്തിന്റെ അവസ്ഥ ദൈവമേ എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Can we pray, God, give me this faith that I will trust in every promise? ചില കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. Lord, give us the grace that we can see the circumstance and believe you. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശരീരത്തിന്മേൽ ആ സൗഖ്യത്തിലേക്ക് വരുത്തുന്നതെല്ലാം വിശ്വാസത്തിന്റെ ഓരോ പടികളായിരിക്കുമ്പോൾ തന്നെ When every step leads to your faith, God works through you. ദൈവത്തിലുള്ള ആശ്രയം അധികമായി വർദ്ധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. Let God work manifold through your നാം life. ചിലപ്പോൾ ചിന്തിക്കും, ചിലതെല്ലാം എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസം എന്തുകൊണ്ട് വരുന്നു എന്ന് നാം ചിന്തിച്ചേക്കാം. Sometimes we may think, why is my life filled with so many troubles? അതിന്റെ അപ്പുറമായി ദൈവം എനിക്ക് വേണ്ടി എത്രയോ വലിയ കരങ്ങൾ, കരുതലുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു എന്ന് ദൈവത്തോട് പറയുവാൻ വരെ. But are we able to tell God, but beyond that I'm experiencing the അതുകൊണ്ട് നമ്മുടെ manifold ways you ക്രിസ്തീയ work? ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ വരട്ടെ. May our lives be one that pleases God. വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ Only with സാധിക്കുകയുള്ളൂ. faith we can please God. ആ ദൈവപ്രസാദം നമ്മുടെ കൂട്ടായ്മകളിൽ ദൈവ സാന്നിധ്യമായി മാറട്ടെ. And may ഹല്ലേലൂയ. that become a presence of God in our fellowship. ആ ദൈവ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വരട്ടെ. May it give you the certainty there is a presence of God in the midst of our troubles. അതെ, ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, മനുഷ്യരുടെ ആശ്രയം കൊണ്ടല്ല, എന്റെ ദൈവത്താൽ തന്നെ ഞാൻ മതിൽ ചാടി കിടക്കുമെന്ന് പറയുന്ന വലിയ ഉറപ്പും ധൈര്യവും അധികാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. May we have ഹല്ലേലൂയ. the certainty, the confidence that not with others' help, but with His help I will jump over the walls. ദൈവത്തിന് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചെയ്യുവാൻ ശക്തനായ ഒരു ദൈവമാണ്. Our God is able to do everything in a moment. എന്നാൽ ദൈവം നമ്മയും കൂടെ അതിനോടൊരു പാർട്ണറാക്കി തീരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തോടുകൂടി കൂടെ നിൽക്കുവാൻ ദൈവം നമ്മോട് പറയുന്നത്. But God desires that you and I are a partner with Him, and He asks you to experience that faith through that. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. He is a ഹല്ലേലൂയ. God who makes the നമ്മുടെ impossible ജീവിതത്തിന്റെ ഏത് possible. പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നാം ദൈവത്തെ അധികമായി വലുതായി കാണുവാൻ ഇടവരേണം. No matter how many troubles you go, look at God who is greater than your troubles. പ്രശ്നങ്ങൾ ഓരോന്നായി കടന്നു വരുമ്പോൾ നാം ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ഇതിലൂടെ എല്ലാം ദൈവത്തെ അടുത്തറിയുവാൻ, ദൈവത്തിലേക്ക് അടുക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഓരോ വഴികളാണ്. Let every trouble be an opportunity for you to go to trust in Him and rely on Him. അതുകൊണ്ട് ദൈവം പറയുകയാണ്, എന്തിനു വേണ്ടി നിങ്ങൾ വിചാരപ്പെടുന്നു? That's why God has, what troubles? Why നിങ്ങൾ are you എന്റെ troubled? കരങ്ങളിലെ സ്വസ്ഥമായ ജീവിതങ്ങളല്ലേ എന്ന് ദൈവം ചോദിക്കുകയാണ്. God says, I have carried you in നിങ്ങളെ my palms. തൊടുന്നവരെ എന്റെ കണ്ണിലെ കൃഷ്ണമണി തൊടുന്നത് പോലെയല്ലേ എന്ന് ദൈവം ചോദിക്കുകയാണ്. God saying, if anyone touches you, He's നമ്മുടെ touching the apple ശരീരത്തിന്റെ of ഓരോ my eye. അവസ്ഥകളും ജീവിതത്തിന്റെ ഓരോ മാർഗങ്ങളും ഞാനല്ലേ നിനക്ക് തരുന്നത് എന്നാണ് ദൈവം ചോദിക്കുന്നത്. God is asking that every situation is something that I have allowed.
നമ്മൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തോട് ഹല്ലേലൂയ അവിശ്വസ്തത കാണിക്കാതെ വിശ്വാസമുള്ളവരായി മുന്നേറുവാൻ ദൈവം നമുക്ക് ഇടവരട്ടെ. May God allow us not to be unfaithful but be faithful. ചില കാര്യങ്ങളെല്ലാം ബുദ്ധിക്ക് അപ്പുറമായി ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു വിശ്വാസത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പകരട്ടെ. May we have the spirit that is able to trust in Him beyond what we can imagine. പലരും പലതെല്ലാം പറഞ്ഞാലും വിശ്വാസത്തിന്റെ ആ പ്രവൃത്തി നമ്മളിലൂടെ തീർത്തു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. No matter what people say, God desires to fulfill His promises through you. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. That's why Hebrews says, look at Him, the perfecter of faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. He says, look closely at Jesus, the author and perfecter of ചില faith. കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കണ്ട് അത്ഭുതപ്പെടുവാൻ വരും. There will be times we will look through our own eyes and ചില be amazed. കാര്യങ്ങളെല്ലാം നമ്മളിൽ നടക്കുന്നതുകൊണ്ട് നാം അത്ഭുതപ്പെടുവാൻ വരും. We will be amazed at what will happen in our lives. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നേറ്റ് നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.